ശരി സാറേ, ഞാൻ പോവാണേ. താൻ പോലെ ഞാനത് പറയാൻ നിൽക്കായിരുന്നു. പോലെ ഒരു ജാഥ ഉണ്ട്. ഏത് ജാഥ? മിനിഞ്ഞാന്ന് നടന്ന ഒരു അടിപിടി കേസില്ലേ, അവരെ അറസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് RDP-ക്കാർ നടത്തുന്ന മാർച്ചാണത്. താനത് കഴിഞ്ഞിട്ട് പോയാൽ മതിട്ടോ. എന്താണ് സാറേ ഇത്? ഇതെന്താണെന്ന് എനിക്കറിയില്ലേ. ഇതല്ല, ഭയങ്കര അടങ്ങാനാണിത്. ഇന്നലെ മൊയ്യുമ്പോ ഞാൻ ആ സൗത്തിന്റെ കൂടെ. താൻ പിന്നെയും വീട്ടിൽ പോയോ? ഭാര്യയുടെ കാര്യം എന്നാന്ന് പറഞ്ഞേ, ആ തൂങ്ങി മരിച്ച സൗത്തിന്റെ കൂടെ. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ എത്തുമ്പോ 1 മണിയാ. അപ്പോഴേക്ക് തോന്നുന്ന അടുത്ത ബുക്കിൽ ബൈപ്പാസിൽ ബസ് മറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഞാൻ വരുന്നത് പുറത്ത് 4 മണിക്കാ. 2 ദിവസമാണ് ഞാൻ ശരിക്കും കിടന്നുറങ്ങിയിട്ട് സാറേ. താനും ഉറങ്ങിയിട്ട് 3 ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഈ നാറികളുടെ പിന്നാലെ ഓടിയിട്ട്. എന്നിട്ട് കിട്ടിയത് ഒരുത്തനെ. ഇതെന്താ കേസ്? അത് ആ സ്കൂൾ കുട്ടികൾക്ക് കഞ്ചാവ് കൊടുത്ത കേസ്. പിന്നോ ഈ സ്കൂൾ കുട്ടികൾക്ക് കഞ്ചാവ് ഇട്ടടാ? കുട്ടികളെ വേണ്ടേ? എന്തൊരു വിനയം നോക്കിയപ്പോ അവിടെ പോലീസിനെ കളിയാക്കി വിടരുന്നവൻ. നല്ല ആരോഗ്യമുണ്ടല്ലോ നമുക്ക്. വെറുതെ പണിക്ക് പോയിക്കൂടെ? ഇതൊന്നും ചെയ്തിട്ട് ഒരു കാര്യമുണ്ടോ? നമ്മളൊന്നും ചെയ്തിട്ട് ഇപ്പൊ വരും അവന്റെ പിന്നാലെ ആളുകൾ. വിടരുത് സാറേ, വിടരുത്. ആര് വന്നാലും വിടരുത്. ആ ജാതി നേതാക്കന്മാരല്ലേ ഇതിന്റെയൊക്കെ പിന്നാലെ. ഒന്നും പറഞ്ഞത കാര്യം. നമ്മൾ ഇവനൊക്കെ എന്തെങ്കിലും അന്യായം ചെയ്താൽ അത് അറസ്റ്റ് ചെയ്യാൻ ചെയ്താ ഇപ്പൊ വന്നു. ഇനി അറസ്റ്റ് ചെയ്തില്ലെങ്കിലോ ജനങ്ങളുടെ വക പരാതി. പോലീസ് ഒന്നിനും കൊള്ളില്ല. സത്യം പറഞ്ഞാണ്ടല്ലോ മടുത്തുക്കണ ഫീൽ. രാജിവെച്ച് വേറെ എന്തെങ്കിലും പണിക്ക് പോയാലും ആലോചിക്കാം. ഈ യൂണിഫോമിനോടുള്ള ഒരു ബഹുമാനം അതുകൊണ്ടിരിക്കുക. അത് അയച്ചിടുമ്പോ സുഖം. ആ യൂണിഫോം അയച്ചിടുമ്പോ സുഖം തന്നെയാണ്. വേണ്ട വേണം സാറേ. ആ ഒരു ടീം വന്നിട്ട് ഇത് എന്ത് കോലം എന്റെ മനോഹരം. ഇവിടെ പറയുമ്പോൾ ഈ ഡ്യൂട്ടിയിൽ എനിക്ക് എന്തെങ്കിലും ഉങ്കിയെടുത്ത് കൊടുക്കണേ സാറേ. എന്റെ കാലിന്റെ അവസ്ഥ സാറിന് അറിയൂടെ, വെരിക്കോസ്. ഞാൻ സാറിനോട് പറഞ്ഞല്ലോ, മോൻ ചെറുക്ക ഒരു പുതിയ തൈലം കൊണ്ടുവന്നേ. അത് മേടിക്കാനായിട്ട് ഞാൻ അവിടെ ചെന്നപ്പോഴാണ് ജാഥക്കാർ വന്ന് കയറി. സ്റ്റേഷനിലേക്ക് ആരും കയറി വന്ന മോശമാണ്. ഈ ഒരു വെള്ളം മുണ്ടെങ്കിലും എടുത്ത് കൊടുക്ക് സാറേ. വെള്ളം മുണ്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ പോയിട്ട് 15 ദിവസമായി. ഇതൊന്ന് മാറി കൊടുക്കണമെങ്കിൽ വീട്ടിൽ സമാധാനമായിട്ട് പോയിട്ട് വന്നല്ലേ പറ്റൂ. എന്തായാലും യൂണിഫോം ഇട്ടില്ലേ മോശമാട്ടോ ഡ്യൂട്ടി സമയത്ത്? അല്ല, യൂണിഫോം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. തൊപ്പി പാൻറ്റൊക്കെ ഇവിടെ സ്റ്റോക്കാണ്. പെട്ടെന്ന് എടുത്തിടാനേ. ഇത് പുറത്ത് ബഹളം കൂടി വരാനുള്ളോ? എന്താ അത് ജാഥക്കാര് ഒരു സ്ത്രീ കൊണ്ട് അവരുടെ നേതാവ്. അതെ, ഒരു കാര്യം ചെയ്യുന്നത് അവരെങ്ങോട്ട് വിളിക്കുക. ഞാൻ റൂമിലിരിക്കാം. അവരെങ്ങോട്ട് വിളിക്കും. ഇതൊക്കെ ഒന്ന് പറഞ്ഞ് ഒത്തുതീർപ്പാക്കി തലവേദന ഒഴിവാക്കാന്നാണ്. വേണ്ട, ഞാൻ പോവാം. ഈ ലുങ്കി എടുത്ത് പോകണം. രണ്ട് ഇവിടെ ഇതൊരു കാര്യം. അത് അവിടെ എവിടെയും വയ്ക്കുന്നത്. ഞാൻ പോയി വിളിച്ചിട്ട് വരാം. വേഷം മാറി വേഗം. സാറേ, ഞാൻ തൈലോട്ടോ സാറേ. ഇത് കഞ്ചാവ് കേസ്. ഇവരാണല്ലേ ആള്. ഞാനുണ്ടാ ആ കാല് കേടുവരുത്തണ്ട സാറേ. ഈ കാല കുഴപ്പം, ഇതിന് കുഴപ്പമില്ല. ഞാൻ റൂമിലുണ്ടാവാം. ദൈവമേ, ഈ തൈലം കൊണ്ടെങ്കിലും ഭേദപ്പെട്ടാ മതി. എന്റെ ഈ കാല് കംപ്ലൈന്റ് ആയതിന്റെ ഭാഗ്യം കേട്ടാ. സാധാരണ ഇതാണ് ഉപയോഗിക്കണം. എന്താ എങ്ങനെ തിരുമ്മി തരുമോ നീ? എന്നാ തിരുമു. നീ സ്ഥിരമായിട്ട് കാല് തിരുമാറണ്ട. ശരി, അടുത്തോട്ട് വാടാ. ശരി, അടുത്തോട്ട് വാ. ഇരിക്കും മേഡം, ഇരിക്കും. പറയൂ മേഡം, എന്താണ് ഇപ്പോഴത്തെ തീരുമാനം? നിങ്ങളുടെ എല്ലാം മൂക്കിന്റെ താഴെ വെച്ച് ഞങ്ങളുടെ അണികളെ നിഷ്ഠുരവും നികൃഷ്ടവും ബാലിശവുമായ രീതിയിൽ തല്ലിച്ചതച്ചിട്ട് നിങ്ങൾ ഈ കാക്കിയിട്ട് ഉദ്യോഗസ്ഥർ എന്ത് ചെയ്തു? INSP പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ എന്തും കാണിക്കാനുള്ള ലൈസൻസ് ഉള്ള ആൾക്കാരാണോ? ഇത് ബ്രാൻഡി കുപ്പി കുടിച്ചു തീർത്ത കേസല്ല. അമ്മയുടെ ജിമിക്കിങ് കമ്മിൽ മോഷ്ടിച്ചിട്ട് പോയ കേസുമല്ല. കേരളത്തിലെ പോലീസ് ഇത്രയും മരവിച്ച് നിന്നിട്ടില്ല ഇതിനു മുൻപ്. മേഡം, അതിന് മാത്രം പ്രശ്നമൊന്നും അവിടെ ഉണ്ടായില്ലല്ലോ. സാർ ഈ മനുഷ്യന്റെ മുഖത്തേക്ക് ഒന്ന് നോക്ക്. ഒരു പ്രായമായ മനുഷ്യന് ചെയ്തു വെച്ചിരിക്കുന്നുണ്ടോ? അല്ല, ഇദ്ദേഹത്തിന് ഇത്രമാത്രം പരിക്കൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇതിപ്പോ എവിടുന്ന് വന്നു ഇത്രയധികം പരിക്ക്? തന്നെ വല്ല ലോറി അടിച്ചോ? എനിക്ക് അപ്പോഴൊന്നും തോന്നിയില്ല. പിറ്റോസ് നേരമ്പോ കൈയൊന്നും അനക്കാവുന്നതല്ല. ഇത് ചെയ്തവർക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കണം. അതിൽ കുറവോ ഒരു ഡിമാൻഡും ഞങ്ങൾക്കില്ല. പറ്റോ സാറിന്? സാറിന് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊന്നും പറയാനില്ല. അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത് കേട്ടോ. ഒരാഴ്ച സമയം തരും ഞങ്ങള്. അതിനുള്ളിൽ ഇത് ചെയ്തവർക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ സാറേ, കേരളം കത്തും. പ്രക്ഷോഭ പെരുമഴ ഉണ്ടാകും. സുമേഷ് ഏട്ടാ വാ. ഇങ്ങോട്ട് മാറിക്കടാ. കള്ളു കുടിച്ച് വണ്ടി ഓടിക്കണത് തെറ്റാ. ആ വണ്ടി കൊണ്ട് പോലീസുകാരെ വണ്ടിയിൽ കൊണ്ട് ഇടിക്കുക. എന്ത് ധൈര്യം എനിക്ക്? ഇരുട്ടത്ത് വണ്ടി വെച്ചോണ്ടല്ലേ സാറേ ഞങ്ങൾ വന്ന് ഇടിച്ചത്. അപ്പൊ ഇരുട്ടത്ത് വണ്ടി വെച്ചാൽ നിങ്ങൾ വണ്ടി കൊണ്ടൊന്ന് ഇടിക്കൂ. നമ്മൾ ഇരുട്ടത്ത് വണ്ടി നിർത്തും, ലൈറ്റ് ഓഫ് ആക്കും, വേണമെങ്കിൽ ലൈറ്റ് ഊരിട്ട് പെരെ കൊണ്ടുവെക്കും. സാറേ, ഞാനൊരു ലയത്തിങ്ങനെ വണ്ടി ഓടിച്ചോണ്ട് വന്നത് വളവില് ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടല്ലോ. വളവിൽ എനിക്ക് കണ്ണില്ല മോത്ത്. വളവില് വണ്ടി കിടക്കണം കാണാൻ കണ്ടില്ല സാറേ. കേട്ടിക്കളയാം. എന്തായാലും
ഒഴിവാക്കി സാർ. ഓ ഓ കൈക്കൂലി തരാൻ റെഡിയാണ്. എന്നോട്ടല്ല ഏത് സാധനം ഉണ്ടാക്കി കഴിച്ചേ? മനസ്സിലായി സാറേ. കഴിച്ചില്ലെന്നോ? ഒന്ന് ഊതറ, ഇങ്ങോട്ട് ഊതറ, താഴോട്ട് ഊതറ, താഴോട്ട് ഊതറ. നാടനാണ് സാറേ, തനി നാടനാ കഴിച്ചിരിക്കണത്. ഉള്ളത്രം പറഞ്ഞു അവൻ കഴിച്ചിട്ടില്ലാന്ന്. എന്റെ പൊന്ന് സാറേ, സാറ് തല്ലണമെങ്കിൽ ആവശ്യത്തിന് തല്ലിക്കോ. വന്നപ്പോ തൊട്ട് പേടിപ്പിക്കാൻ അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നും പറഞ്ഞു. എനിക്ക് അവിടെ സമാധാനമായിട്ട് നിൽക്കാനാണ്. എന്നാ സാറ് തല്ലി. സാറേ തൈലം ചേർത്ത് സാറേ. എന്താ ഈ പറഞ്ഞേ? പേരെ കെടുക്കാനോ? പേരെ കെടുത്തി എന്താക്കണ? എന്താക്കും സാറേ അവരെ നല്ല കള്ള് മൂത്ത് നിൽക്കാണ്. കെട്ടറ കേട്ടാ അങ്ങോട്ട് മാറ്റി നിർത്ത്. ഇങ്ങോട്ട് മാറിക്കുന്നു, ഇങ്ങോട്ട് മാറിക്കുന്നു. അതൊന്നും ചെയ്യല്ല അയാളൊന്നും ചെയ്യില്ല, അങ്ങനൊന്നും ചെയ്യില്ല. ഇങ്ങോട്ട് എന്നെ അങ്ങോട്ട് എഴുപ്പിക്കരുത് കേട്ടാ. സാറേ. ബാക്കി എസ് ഐ വരട്ടെ കേട്ടോ, ഇതിന് കിട്ടിക്കോളും. ഉള്ള സുഗർ ഉള്ള ആളുകളൊന്നും വരികയില്ല. എന്തിനീ വഴി കൂടെ പോകുന്ന ആളുകളൊക്കെ ഇവിടെ കയറ്റി എടുത്തേക്കുന്നത്? ബൈക്കിൽ പോയായിരുന്നു സാർ. കള്ളുടിച്ചിട്ട് ബൈക്ക് ഓടിച്ചിട്ട് നമ്മളെ പോലീസ് ജീപ്പിൽ വന്നിടിച്ച്. പോലീസ് ജീപ്പിൽ ഒന്നിടിച്ചാ? ഓ അത് ശരി. ഇപ്പൊ നമ്മുടെ വണ്ടി വിടാതെയോ? ഇവര് പറയണത് നമ്മളാ കുറ്റക്കാര് ജീപ്പ് നമ്മൾ റോഡിൽ കൊണ്ട് ഇട്ടു. ആണോ? പിന്നെ എവിടെ ഇടണം? കണ്ടില്ല സാറേ. ഹെഡ്ലൈറ്റ് ഇല്ലേ വണ്ടിക്ക്? ഹെഡ്ലൈറ്റ് ഉണ്ട്. ഉണ്ട്. പാർക്ക് ലൈറ്റ് ഇട്ടിട്ടുണ്ടായില്ല. പാർക്ക് ലൈറ്റ് ഹെഡ്ലൈറ്റ് കാണണ്ട വണ്ടി. ഇവരുടെ വണ്ടിക്ക് പാർക്ക് ലൈറ്റ് ഓ നമ്മളെ മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കാൻ പാടില്ല എന്നുള്ള അറിയില്ലേ? അറിയാ. പിന്നെ എന്തിനാ തീർച്ചേ? സാധാരണ പോകാൻ നേരത്തെ ഇവര് അപ്പുറത്താണ് ഇങ്ങനെ ഊതിക്കാൻ വേണ്ടി വണ്ടി കിടക്കണത്. ഓ ഓ അപ്പൊ ഇവരുടെ കണ്ണിൽ പെടണ്ടാന്ന് കരുതിയിട്ട് നമ്മൾ ഇപ്പുറത്തെ റോട്ടിൽ കൂടി വന്നതാണ്. എന്താ സംഭവിച്ചത്? എന്നിട്ട് വണ്ടിയുടെ നമ്മുടെ ബാക്ക് ഡോറ് തുറക്കാൻ പറ്റണില്ല. അത് ഇടിച്ചിട്ട് അകത്ത് ബെൻഡായി. പിന്നെ ബമ്പർ പോയി സാർ. അതെ 7,000 പണിയുണ്ട് കേട്ടോ. അത്രയൊക്കെ പറ്റിയല്ലോ? ഓ അത് ശരി. അതെ, ആ ഡോറ് ശരിയാക്കി കൊടുത്തിട്ട് പോയാൽ മതി സുഹൃത്തുക്കളെ കേട്ടോ. ആ മെഡിക്കലൊക്കെ എടുത്തിട്ട് ആരെങ്കിലും വന്നിട്ട് പറഞ്ഞു വിട്ടാൽ മതി കേട്ടോ. അത്രേ ഉള്ളൂ സാർ. നല്ല ഫിറ്റാ. സാർ ഭാര്യ? ആരെ ഭാര്യ? അല്ല സാറേ, ഭാര്യ ഒന്നും വരില്ല. അറിഞ്ഞാ സാറിന്റെ ഭാര്യ. സാറിന്റെ ഭാര്യ ഇതെന്തെവിടെ? ഏട്ടനെ എന്നെ കണ്ടച്ചിട്ട് എനിക്ക് കാണണ്ടേ? എന്ത് വീട്ടിലേക്ക് വരാത്തെ? ഈ മൊബൈൽ എന്തിനാ കൈ കൊണ്ടെടുക്കണം? ഞാൻ എത്ര തവണ വിളിച്ചു. നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. ഇതെന്താ ലോക്കപ്പില്? ഇവിടെ ഇരിക്കുന്നേ. എന്താ പ്രശ്നം? മൂപ്പരെ മുട്ടായി തെരുവിൽ നായി പിടിക്കാൻ മതിയായി. ചായ മേടിച്ചോണ്ട് ചൈ മേടിച്ചോണ്ട് കൊടുക്ക്. കാല് വയ്യാന്ന്. ഇജ്ജത് മേടിച്ച് അന്നോടല്ലേ പറഞ്ഞു മൂപ്പര്? എന്നോടാ പറഞ്ഞേ. ഞാൻ പോയി മേടിക്കണം. എന്താണ് ചായ മേടിക്കാൻ ചായ മൂപ്പര് മേടിച്ചോളും. എസ് ഐന്റെ ഭാര്യ വന്ന് എന്റെ ഒക്കെ ഭാഗ്യം എന്ന് വെച്ചോ കേട്ടോ, അല്ലെങ്കിൽ ചവിട്ടി കുട്ടികളെ മൂപ്പര്. പോയിക്കോളാൻ പറഞ്ഞു. ആര് പറഞ്ഞു പോയിക്കോളെ? സാറ് പറഞ്ഞു. ഏത് സാറ്? ആ എങ്ങനെ പോകാൻ പറഞ്ഞത്? ആരെങ്കിലും വരട്ടെങ്ങളെ കൂട്ടായി. എനിക്ക് പാർട്ടിക്കാരൊക്കെ ഉണ്ടല്ലോ, ആരെങ്കിലും വരുമോ നോക്കാം നമുക്ക്. കള്ളും കുടിച്ച് ബന്ധുക്ക പണി ഉണ്ടാക്കാൻ. മണ്ടു, ഞാൻ വരുന്നത് ഇവിടെ ഒരു 100 പ്രശ്നങ്ങളല്ലേ. എങ്ങനെ ഞാൻ ഇവിടുന്ന് വരണേ? എന്നാലും എന്നെ കാണാൻ തോന്നില്ലേ? ശേ, നിന്നെ കാണാൻ ഇഷ്ടമല്ല. ഉറപ്പായിട്ട് വരും. അങ്ങനെ പറയല്ലേ കേട്ടോ. ആൾക്ക് ഭയങ്കര പിണക്കം. അതെ ഞാൻ വീട്ടിൽ ചെല്ലാത്തതുകൊണ്ട്. വേറൊരാൾ പിണങ്ങി അവിടെ നിൽക്കുക. ആര്? പഞ്ചായത്ത് മെമ്പർ. സാറിന് ഇന്നാളെ വന്നിട്ടും കണ്ടിട്ടാന്ന് പറഞ്ഞിട്ട് അതെയോ? ഒന്ന് ചായ കുടിക്കും. ഇപ്പൊ വരാം കേട്ടാ. ചായ കഴിക്കുമ്പോഴത്തേക്ക് വരാം. ഒന്ന് രണ്ടു വാക്ക് ചായ വേണ്ട. കഴിക്കടാ. രണ്ടു ഇപ്പൊ വരാം കേട്ടാ. 2 വാക്ക് സംസാരിക്കും. പോയി ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ നാളെ സംസാരിക്കാന്ന് പറഞ്ഞു വിട്ടു. പിന്നെ പറ, നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചാലും എങ്ങനെയാ? ഈ തിരക്ക് എപ്പോ കഴിയും? എടി, എന്റെ ജോലി അതല്ലേ. നിങ്ങൾക്ക് നിന്റെ വീട്ടുകാർക്കല്ലായിരുന്നു ഏറ്റവും വലിയ നിർബന്ധം ഞാൻ SI ആവണമെന്നൊക്കെ? അല്ല, അതൊക്കെ വേണം. പിന്നെ അല്ലാതെ വലിയ വീട്ടിൽ നിന്ന് പെണ്ണ് കിട്ടണമെങ്കിലേ പഴയ പാരൽ കോളേജിലെ കവിമാഷായ പോരാ. അതിന് ആ കൗണ്ടർ
മന്മത അല്ല നമ്മുടെ മാഡം ആദ്യമായിട്ട് സ്റ്റേഷനിൽ വരെയല്ലേ കല്യാണം കഴിഞ്ഞ പിന്നെ മധുരം കൊടുക്കണമെന്നാണ്. ഒരു ഉണ്ടയും വേണ്ട എന്റെ മന്മത. ഞങ്ങൾ എന്തെങ്കിലും രണ്ടു വാക്ക് കൂടി ഇരുന്ന് സംസാരിച്ചോട്ടെ. ഇതും കൂടെ ആകുമ്പോ നല്ല മധുരം വേണോ? എനിക്ക് വേണ്ട. എന്നിട്ട് ചിരിക്കല്ലേ? ഒരു SI ആയ ഇങ്ങനെ വല്ല കളക്ടറേറ്റ് ആയിരുന്നെങ്കിൽ എന്തായനെ? കളക്ടറാണെങ്കിൽ എന്താ? എനിക്കറിയാം, കാണാൻ കിട്ടില്ല പിന്നെ. ഓക്കെ, നീ ആ ചായ കുടിക്ക്. എനിക്ക് വേണ്ട ചായ. അങ്ങനെ പറയരുത്. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കണില്ല എന്നുള്ള പരാതി ഇന്ന് തീർക്കണം. കഴിക്കും. എന്ത് ചായ കുടിച്ചിട്ടോ? ചായ കഴിക്കേ. ഓ ഹലോ. സർ സർ ഓക്കെ സർ. ഇല്ല, അന്വേഷിക്കാം. സർ ഓക്കെ ഓക്കെ തീർച്ചയായും സർ. ഓക്കെ സർ. ഇല്ല സാർ, അങ്ങനെ തന്നെയാണ് എടുത്തത്. സീരിയസ് ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് സാർ. യെസ്. ഓക്കെ സാർ. ഓക്കെ സാർ. ഇല്ല, ഇവര് ഇപ്പൊ ഇവിടെ 3 പേരേ ഉള്ളൂ. അതില്ല, ഇപ്പൊ തന്നെ അന്വേഷിക്കാം സാർ. ഓക്കെ. ആകട്ടെ. നീ എപ്പോഴാ വന്നേ? അല്ല, നീ എന്താ പറഞ്ഞു വന്നേ? ഞാനേ കാശിക്ക് പോവാന്ന്. അതാകുമ്പോ സൗകര്യം ഉണ്ടാവും. സർ, ഒരു അർജന്റ് കോൾ ഉണ്ട് സർ. എന്താ? അഡ്വക്കേറ്റ് ജയേഷ് സാർ വിളിക്കുന്നുണ്ട്. ഒരു മിനിറ്റ്. പോരാ ട്രഷറി പോരാ. ഹലോ ഹലോ. യെസ്. പറഞ്ഞോളൂ. ഇല്ല, ഇത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അതിർത്തി തർക്കമായിരുന്നു. അതെ. അപ്പൊ അത് ഈ വഴക്കായപ്പോ ഇവര് ഒരു മുളവടിക്ക് തല്ലി എന്നാണ് പറഞ്ഞത്. മുളവടി നഷ്ടപ്പെട്ടു. അപ്പൊ ഇവിടെ നമ്മുടെ സ്റ്റേഷനിൽ കിടന്നിരുന്ന ഒരു വടി എടുത്തിട്ട് അത് തൊണ്ടി മുതലാക്കിയിട്ട് എടുത്തു. അതെ, അവിടുന്നാണ് ആ പ്രശ്നം ആരംഭിച്ചത്. അതെ. ഇത് മനഃപൂർവ്വം നമ്മൾ പോലീസ് കെട്ടിച്ചമച്ച ഒരു കഥയാണെന്നൊക്കെ പറഞ്ഞാണ് ഇപ്പൊ പ്രശ്നമായത്. അതെ. കമ്പിന് അതെ തലക്കടിച്ച പരിക്കുണ്ട്. തൽക്കാലം ഒരു മുളവടി ഇവിടെ കിടന്നിരുന്നൊരു മുളവടി എടുത്തിട്ട് രക്തൊക്കെ എഴുതി വെച്ചു. അപ്പോ ഇവിടെ പറഞ്ഞ അപ്പൊ അങ്ങനെയാണ് ഉണ്ടായത്. അതെ. ഇല്ല, വേറെ ഒന്നുമില്ലല്ലോ. ഓക്കെ സാറേ, ഭാര്യ പോയി. വണ്ടി എടുത്തിട്ട് പോയി. എങ്ങനെയാണോ പോവാതിരിക്കുക? കല്യാണം കഴിഞ്ഞിട്ട് 2 ദിവസം ഞാൻ അവളുടെ കൂടെ വന്നിട്ടില്ല. എന്നിട്ടിപ്പോ എന്തേ പറഞ്ഞേ? എന്ത് പറയാ? അതിന് മുൻപ് നിങ്ങൾ 2 പ്രാവശ്യം ഇങ്ങോട്ട് വിളിച്ചില്ലേ? അതല്ല സാർ, ഫോണിൽ എന്താ അത് നേരത്തെ തല്ല് കേസില്ലേ, അത് തന്നെ. അത് പിന്നെയും പ്രശ്നമായിരിക്കും. അതിപ്പോ അവര് RDPക്കാര് കോടതിയിൽ പ്രതിയെ പിടിക്കണില്ല എന്നും പറഞ്ഞിട്ട് കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ പോവാ. സാർ, അങ്ങനെയാണെങ്കിൽ സാറ് കൊടുക്കല്ലോ. പ്രതിനെ പിടിച്ചില്ലായിരുന്നിട്ട് CI കൈമലർത്തോട്ടോ. മാത്രമല്ല, ആ തല്ലുണ്ടാക്കിയവനാണെങ്കിൽ നമ്മുടെ സ്റ്റേഷന്റെ മുന്നിൽ കൂടെ തേരാപോരാ നടക്കുകയും ചെയ്യുന്നുണ്ട്. അതെ, നമ്മൾ എന്താ ചെയ്യാൻ പോയത്? മോഡെന്നുള്ള ഉത്തരവ് അനുസരിച്ചല്ലേ നമുക്ക് നീങ്ങാൻ പറ്റുള്ളൂ. അത്രയുള്ളൂ. ഇതൊരു കഷ്ടം ആലോചിക്കുക. എന്ത് ചെയ്യും എന്ന് ആലോചിക്കണേ. സാറ് DYSP ഒന്ന് വിളിച്ചു നോക്കി. RDPയുടെ കേസ് നമുക്ക് ഒതുക്കാം സാറേ. സാധനം എടുത്തടാ. സാധനം എടുത്തേ. ചെയ്യണ്ടെന്ന് വിചാരിച്ചാ നീയൊക്കെ ചെയ്യിപ്പിച്ചിട്ട് അടങ്ങുള്ളൂ അല്ലേ? മനുഷ്യ തലയ്ക്ക് വട്ടായിട്ട് നടക്കണം. കഴുത എല്ലാവരും പുഞ്ഞാരിക്കാമെന്ന് അങ്ങോട്ട് മലയാളത്തിൽ പറഞ്ഞാൽ സമാധാനമായില്ല പങ്ക്.
തനിക്കിന് എന്തെങ്കിലും പറയണ്ട? ആ ഉണ്ടാകുന്നോടെ എനിക്ക്. കുറെ നേരായ അവൻ ചൊറിയണ്. അങ്ങനെയല്ല, സ്റ്റൂളിലിട്ട് തരാം. സ്റ്റൂളിരിക്കും. അങ്ങനെ ഇരിക്കേ. മറിമായം